ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ റേഞ്ച് CPE എങ്ങനെയാണ് ലൈവ് അക്കൗണ്ടിൽ ആക്റ്റീവ് ആക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു നമ്പർ ഓഫ് ക്യാൻഡിൽസ്, ഇപ്പോൾ 25 ക്യാൻഡിലാണെങ്കിൽ 25 ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും കണക്കാക്കും. എന്നിട്ട് അതിൻ്റെ ഹൈയും ലോയും നമ്മുടെ ഓട്ടോമാറ്റിക് മാർക്ക് ചെയ്യും. അതിനുശേഷം ആ ഒരു ഹൈ ഇപ്പോൾ ഇതാണ് ഒരു ഹൈ ലോ എന്നെങ്കിൽ ഈ ഒരു ഹൈയിൽ ലോ ഇപ്പോൾ അതിനെ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ട്, സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ ഇവിടെയാണ് ഹൈ എങ്കിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ട് ഉള്ളിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം അതിന് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ട് ഇവിടുന്ന് ട്രേഡ് എടുക്കും. അതിന് മുകളിലായിരിക്കും സാധാരണയായിട്ട് അതിൻ്റെ SL വരിക. ടാർഗറ്റ് 1:1, 1:2, 1:3 നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും, നമുക്കത് കൊടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ അതിൻ്റെ ഫയൽ അയച്ചിട്ടുണ്ടാവും. ആ ഫയൽ നിങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ MT5 വരിക. MT5 വന്ന ശേഷം ഫയൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പറയുക, ഓപ്പൺ ഡാറ്റ ഫോൾഡറിൽ പോവുക. അതിനുശേഷം MQL5 പോവുക, എക്സ്പേർട്ടിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ A to Z റേഞ്ച് CPE ലൈവ് എന്ന് കാണാം. അത് ക്ലോസ് ചെയ്തതിന് ശേഷം റിഫ്രഷ് കൊടുക്കുക. റിഫ്രഷ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ലൈവ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന അക്കൗണ്ടിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ, അല്ലാത്ത അക്കൗണ്ടിൽ വർക്കാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ആക്റ്റീവായിട്ടുള്ള എല്ലാ ചാർട്ടും ആദ്യം ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇത് നിങ്ങൾ ഓൾറെഡി MT5 കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വാച്ച് ലിസ്റ്റിലേക്ക്, ഇപ്പോൾ ഇവിടെ XAUUSD ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡിലാണെങ്കിൽ ഗോൾഡ് XAUUSD കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത ശേഷം ചാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്തിടാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിലാണ് വേണ്ടത്, ഇപ്പോൾ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റോടെ ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഈ ബോട്ട് നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വലിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ ആൽഗോ ട്രേഡിംഗ് ഓൺ ആക്കിയിരിക്കണം. ഇങ്ങനെ റെഡ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല, ഓൺ ആക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ഓർഡർ എടുക്കുള്ളൂ. ഇങ്ങനെ വലിച്ചിട്ട ശേഷം നിങ്ങൾക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോവാം. അതിനുശേഷം ഈ ഇൻപുട്ടുകളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ഡയറക്ഷൻ ബോത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ മാത്രം മതി, അങ്ങനെ ചെയ്യാം. സെല്ലും ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചാർട്ട് ടൈം ഫ്രെയിം എന്നുള്ളത് നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ട്രേഡ് അല്ലെങ്കിൽ ക്യാൻഡിൽ കണക്കാക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ചാർട്ടിൽ 5 മിനിറ്റ് കൊടുത്ത് ഇവിടെ 15 മിനിറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റിൻ്റെ ബേസിലായിരിക്കും, ഇവിടെ കൊടുക്കുന്ന ടൈം ഫ്രെയിമിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ട്രേഡുകൾ എടുക്കുക. അതിനുശേഷം എത്ര ക്യാൻഡിലാണ് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലൊക്കെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം എത്ര ക്യാൻഡിൽ വർക്ക് ചെയ്യുന്നതൊക്കെ. ഞാനിവിടെ ഡിഫോൾട്ട് 25 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റീസെറ്റ് ഓൺ ഡേ സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒറ്റ ട്രേഡ് മാത്രമേ ഇത് എടുക്കുള്ളൂ. ഇത് ട്രൂ ആയി കൊടുത്തു കഴിഞ്ഞാൽ, ഫോൾസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ 25 ക്യാൻഡിലും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹൈ ആൻഡ് ലോ കണക്കാക്കും. ആ രീതിയിലായിരിക്കും കൊടുക്കാം. പിന്നെ ലോട്ട് സൈസ് ഫിക്സഡ് ലോട്ട് 0.01. നിങ്ങൾ $100 കട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ 0.01 കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പിപ്പ് ബേസ് SL ടൈപ്പ് പിപ്പ് ബേസും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യാൻഡിൽ ബേസ് കൊടുക്കണമെങ്കിൽ ഈ ഒരു പറഞ്ഞ പോലെ തന്നെ ഈ ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കും വരിക. അപ്പോൾ വലിയ SL ആയിരിക്കും വരിക. പിപ്പ് ബേസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ പിപ്പ് എത്രയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നിങ്ങൾ XNS ഉപയോഗിക്കുന്ന ആളുകളുടെ സെറ്റിങ്സ് ആണ് 200 എന്നുള്ളത്. ഇനി നിങ്ങൾ സ്റ്റാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 200-ന് പകരം 20 കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പോയിന്റ് SL കൂടും. ഓക്കെ, അപ്പോൾ എപ്പോഴും അൽപ്പാരി അല്ലെങ്കിൽ സ്റ്റാർ ചെയ്യുന്ന ആളുകൾ ഇവിടെ 200-ന് പകരം 20 കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് 1:3, 1:2 ഒക്കെ കൊടുക്കാൻ പറ്റും. ടേക്ക് പ്രോഫിറ്റ് റിസ്ക് റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു 1:3 അല്ലെങ്കിൽ 1:2, 1:1 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ പിപ്പ് ബേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഈ ഒരു പിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എടുക്കുക. മാക്സിമം ഇത് എത്ര ട്രേഡ് എടുക്കണം എന്നുള്ളതാണ്. പിന്നെ മാജിക് നമ്പർ നിങ്ങളിപ്പോൾ ഒരേ അക്കൗണ്ട് തന്നെ ഇപ്പോൾ ഡിഫറൻറ്റ്, ഇപ്പോൾ ഗോൾഡിൽ BTC ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 2 3 ഉണ്ടെങ്കിൽ നെക്സ്റ്റ് BTC ചെയ്യുമ്പോൾ 1 2 3 3 4 ഏതെങ്കിലും നമ്പർ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. പിന്നെ പാർഷ്യൽ ക്ലോസിങ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൂ കൊടുക്കുക. അപ്പോൾ 1:1 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 0.01 കൂടുതൽ ലോട്ട്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർഷ്യലായിട്ട് ക്ലോസ് ആയിക്കോളും. പിന്നെ ബ്രേക്ക് ഈവൻ ആണെങ്കിൽ അങ്ങനെ ആക്കാം. അതുപോലെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓൺ ആക്കാം. ബാക്കിയുള്ളതെല്ലാം അതിനനുസരിച്ച് വായിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഇവിടെ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഹൈ ആൻഡ് ലോ കാണിക്കുകയും ചെയ്യും.
പിന്നെ ഇവിടെ ഒരു ബ്ലൂ കളർ വരും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഗോൾഡിൽ. ഇനി നിങ്ങൾക്ക് നേരെ BTCയിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ BTCൻ്റെ ചാർട്ട് എന്ത് ചെയ്യുക, ചാർട്ട് വിൻഡോ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ഇതുണ്ടല്ലോ, ഈ അറേഞ്ച് വിൻഡോസ് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BTCൻ്റെ ചാർട്ട് വരും. BTCൻ്റെ ചാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണ്, 15 മിനിറ്റ് കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ ഈ ലൈവ് ചാർട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മാജിക് നമ്പർ മാറ്റി കൊടുക്കുക. മാജിക് നമ്പർ 1 2 3 4 കൊടുത്ത് അതിനുശേഷം സ്റ്റോപ്പ് ലോസ് പിപ്പ് 200 ഉള്ളത് 2000 കൊടുക്കണം. ഒന്നോ രണ്ടോ വാല്യൂസോ കൂട്ടി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ 2 ചാർട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അത് മാത്രം കൊടുത്ത ശേഷം പിന്നെ വീണ്ടും ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ BTCയിലും ഇത് ആക്റ്റീവായിട്ട് നിൽക്കും. ഈ ആക്റ്റീവ് ആണെന്ന് അറിയുന്നത് ഇവിടെ ഈ ഒരു ബ്ലൂ കളർ കാണാം. ആ ബ്ലൂ കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിലും മാത്രം ചെയ്യാം. എപ്പോഴും നിങ്ങൾ ചെറിയ റിസ്കിൽ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ബെനിഫിറ്റിൻ്റെങ്കിൽ മാത്രം ക്യാപിറ്റൽ കൂട്ടുക. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ആണ്. അപ്പോൾ ആദ്യം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് എത്ര സ്ക്രിപ്റ്റിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.